നമസ്കാരം. 3 വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധത്തിന് വൈകാതെ ഒരു പരിസമാപ്തി ഉണ്ടാകുമോ എന്ന ചോദിക്കുന്ന ചോദ്യം ഇപ്പോഴും നിൽക്കുകയാണ്. 30 ദിവസത്തെ ഇടക്കാല വെടിനിർത്തലിന് യുക്രൈൻ പ്രസിഡന്റ് സമ്മതം അറിയിച്ചതോടെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചടുലമായ നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. ഇനി റഷ്യയുടെ ഭാഗത്തു നിന്നും അനുകൂല നീക്കം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ. യുക്രൈൻ വെടിനിർത്തലിന് സന്നദ്ധമായ പോലെ റഷ്യയും തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസിന്റെ മധ്യസ്ഥയിൽ നിർണായകമായ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നെന്നും പറയാം. വെടിനിർത്തൽ സംബന്ധിച്ച് റഷ്യയുമായുള്ള ചർച്ചകൾക്കായി യുഎസ് സംഘം റഷ്യയിലേക്ക് പുറപ്പെട്ടതായി ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അതേസമയം ട്രംപ് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. വൈറ്റ് ഹൌസിന്റെ പ്രതിനിധിയായി സ്റ്റീവ് വിറ്റ്കോഫ് മോസ്കോയിൽ പോയതാണെന്ന് സൂചന. നാം സംസാരിക്കുമ്പോൾ തന്നെ യുഎസ് പ്രതിനിധികൾ റഷ്യയിലേക്ക് പോകുന്നു. റഷ്യയുടെ ഭാഗത്തു നിന്നും വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഭയാനകമായ രക്തരൂക്ഷിതമായ പോരാട്ടം അവസാനിപ്പിക്കാനുള്ള വഴിയാണെന്നും കരുതുന്നു. ഇത് വളരെ ഗുരുതരമായ സാഹചര്യമാണ്. 3ാം ലോക മഹായുദ്ധത്തിന് തുടക്കമിടാൻ പോലും സാധ്യതയുണ്ട്. ഓവൽ ഓഫീസിൽ അയർലൻഡ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞ വാക്കുകളാണ് മേൽ പറഞ്ഞത്. അതേസമയം മോസ്കോ വെടിനിർത്തൽ സംബന്ധിച്ചില്ലെങ്കിലും കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ അതിന്റെ ആവശ്യം ഉണ്ടാകില്ലെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും പറയുന്നു. റഷ്യയ്ക്ക് സാമ്പത്തികമായി തന്നെ ദോഷം വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യാൻ എനിക്കും കഴിയുമെന്നും പറയുന്നു. എന്നാൽ സമാധാനം ആഗ്രഹിക്കാൻ തന്നെ ഇപ്പോൾ മുതിരുന്നില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. സൗദിയിലെ ജിദ്ദയിൽ യുഎസ് യുക്രൈൻ ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചയിലാണ് 30 ദിവസത്തെ വെടിനിർത്തലിന്റെ നിർദ്ദേശം യുക്രൈൻ അംഗീകരിച്ചത്. ഇതിന് പിന്നാലെ യുക്രൈൻ ആയുധങ്ങൾ നൽകുന്നതിനുള്ള വിലക്ക് യുഎസ് നീക്കിയിട്ടുണ്ട്. ഇന്റലിജൻസ് വിവരങ്ങൾ പുറത്തുവയ്ക്കുന്നതും പങ്കുവയ്ക്കുന്നതും തുടരും. വാഷിംഗ്ടൺ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും. ഒരു തമ്മിൽ ഫോൺ കോൾ വൈകാതെ ഉണ്ടാകുമെന്നും പുടിൻ വക്താവ് ദിമിത്രി പെസ്കോവ് അറിയിച്ചു. യുഎസ് പിന്തുണയോടെയുള്ള വെടിനിർത്തൽ നിർദ്ദേശം നല്ല ചുവടുവയ്പ്പാണെന്നും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പ്രതികരിച്ചു. റഷ്യയിൽ കൂടി സംബന്ധിച്ചാൽ വെടിനിർത്തൽ ഉടൻ നിലവിൽ വരും. അതേസമയം റഷ്യ ഇപ്പോഴും പൂർണ്ണമായും വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെടിനിർത്തൽ നിർദ്ദേശം യുക്രൈൻ അംഗീകരിച്ചത് ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും സ്വാഗതം ചെയ്യുന്നു. യുക്രൈൻ പിന്തുണ നൽകിയെന്നും ബൈഡൻ ഭരണകൂടത്തിന് വിശുദ്ധമായ റഷ്യയെ അനുനയിപ്പിച്ച് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ട്രംപ് മുൻഗണന നൽകുന്നുവെന്നും പറയുന്നു. യുക്രൈൻ വെടിനിർത്തൽ സന്നദ്ധമായ പോലെ തന്നെ റഷ്യയും തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 30 ദിവസത്തെ ഇടക്കാല വെടിനിർത്തലിന് സന്നദ്ധമായ യുക്രൈൻ പ്രസിഡന്റിനെ വീണ്ടും യുഎസിലേക്ക് ക്ഷണിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. യുക്രൈനുള്ള യുദ്ധ ഇന്റലിജൻസ് സഹായങ്ങളും യുഎസ് പുനഃസ്ഥാപിക്കും. സൗദി മധ്യസ്ഥയിൽ നടന്ന ചർച്ചയിലാണ് വെടിനിർത്തൽ തന്നെ തീരുമാനിക്കുന്നത്. നീക്കത്തിന് യൂറോപ്യൻ യൂണിയനും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്.